ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചീസ് ബുൾഡക്ക്. ബുള്ള് എന്ന് പറഞ്ഞാല് അല്ല, ഫയർ. ഡക്ക് എന്ന് പറഞ്ഞാല് താറാവല്ല. ഓക്കെ, ടാനുക്ക് ഫയർ പേടിയാണ് അല്ലേ? ടാനു ഫയറിന്റെ അടുത്തേക്ക് ഒന്ന് വരണ്ട കേട്ടോ. ഡക്ക് എന്ന് പറഞ്ഞാല് കോഴിയാണ്. കൊറിയൻ ഭാഷയില് ഡക്ക് എന്ന് പറഞ്ഞാല് കോഴിയാണ്. അപ്പൊ ബുൾഡക്ക് എന്ന് പറഞ്ഞാല് ഫയർ ചിക്കൻ. നല്ല സ്പൈസി ആയിട്ടുള്ള. അപ്പോൾ നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കൻ ആണ്, അതുകൊണ്ടാണ് ഫയർ ചിക്കൻ എന്ന് പറയുന്നത്. പിന്നെ ചീസിയാണ്. ഞാൻ ഈ ബുൾഡക്ക് ഒരു ഫില്ലിംഗ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ജംബോ ഷെൽസിൽ ഫില്ല് ചെയ്തിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. ഓക്കേ, ഫയർ വേണ്ടേ? എന്താ ഫയർ വേണ്ടത്? പേടിയാണ്. അപ്പൊ നമുക്ക് ജംബോ ബുൾഡക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അപ്പൊ അതിന് ആദ്യമായിട്ട് വേണ്ടത് നമ്മുടെ ജംബോ ഷെൽസ് ആണ്. ഞാനിവിടെ ഒരു പാക്കറ്റിന്റെ പകുതി, അതായത് ഒരു പാക്കറ്റിൽ 46 എണ്ണാണ് ഉണ്ടാവുക, അതിന്റെ പകുതി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലൊരു സീഷെല്ലിന്റെ ഷേപ്പിലാണ് ജംബോ ഷെൽസ് കിട്ടുക. ഇതൊരു ടൈപ്പ് ഓഫ് പാസ്ത തന്നെയാണ്. ഇങ്ങനെ ഒരു പാക്കറ്റിൽ നമുക്ക് പാസ്തയുടെ സെക്ഷനിൽ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ അവൈലബിൾ ആണ്. ഇനി നമുക്ക് വേണ്ടത് ചിക്കൻ ആണ്. ചിക്കൻ ഞാനിവിടെ ഒരു 500 ഗ്രാംസ് എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ നമ്മൾ ആദ്യം ഒരു സോസ് ഉണ്ടാക്കി അതിനകത്ത് കുക്ക് ചെയ്തെടുക്കും. എന്നിട്ട് പിന്നെ ജംബോ ഷെൽസിൽ ഫില്ല് ചെയ്തിട്ട് ചീസും കൂടെ ആഡ് ചെയ്തിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം സോസ് റെഡിയാക്കാം. ഒരു ബൗളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, റെഡ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. ഈ ചില്ലി ഫ്ലേക്സ് നമുക്ക് 1/4 കപ്പ് വരെ യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സ്വീറ്റ് സോയ സോസ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതാണിത്, ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 തണ്ട് സ്പ്രിംഗ് ഓണിയൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ 2 സ്പ്രിംഗ് ഓണിയൻ തന്നെയാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 3 ടേബിൾ സ്പൂൺ ഹണി ചേർത്ത് കൊടുക്കാം. ഒതന്റിക് റെസിപ്പിയിൽ റൈസ് സിറം ആണ് ചേർക്കുന്നത്. റൈസ് സിറത്തിന് പകരമായിട്ടാണ് നമ്മൾ ഹണി ചേർക്കുന്നത് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കാരണം ഈ സോസിലൊക്കെ ഉപ്പുണ്ടല്ലോ. അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഞാനിവിടെ എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്, ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. എല്ലില്ലാത്ത ചിക്കനാണ് ഈ ഡിഷിന് ഏറ്റവും നല്ലത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒട്ടും എരിവില്ല, ഇതിന് കളറിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. നന്നായിട്ട് ചേർത്ത് കൊടുത്ത് കുഴച്ചെടുക്കാം. ഇനി ഈ ചിക്കൻ നമുക്ക് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനു മുമ്പ് നമുക്ക് പാസ്ത വേവിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കാം. ഇനി ഒരു കടായി വെച്ച് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ട് നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ വെള്ളം റെഡിയാക്കി വെച്ചത് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് പാസ്ത ഷെൽസ് ഇട്ട് കൊടുക്കാം. ഒരു 8 മിനിറ്റ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഷെൽസ് ഇടുമ്പോൾ തന്നെ ഓരോന്നായിട്ട് ഇടണം, കാരണം ഒന്നിനു മീതെ ഒന്നായിട്ട് വന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ മാറ്റിയെടുക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ജംബോ ഷെൽസ് എല്ലാം ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്ന് മാറ്റി ഊറ്റി വെക്കാം.
നമ്മുടെ ജംബോ ഷെൽസ് ഞാനിവിടെ ഊറ്റി വെച്ചിട്ടുണ്ട്. ചിക്കനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഷെൽസിൻ്റെ ഉള്ളിലേക്ക് ഈ ചിക്കൻ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഓരോ ഷെല്ലുകളായിട്ട് എടുത്ത് ഒരു സ്പൂൺ വെച്ചിട്ട് നമ്മുടെ ചിക്കൻ ഇങ്ങനെ ഫില്ല് ചെയ്ത് നമ്മൾ ഏത് ട്രേയിലാണോ ബേക്ക് ചെയ്യാൻ പോകുന്നത് ആ ട്രേയിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി അതിന് മുകളിലായിട്ട് ഒരു 200 ഗ്രാംസ് മൊസറല്ല ചീസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ വെച്ചിട്ട് ഒരു 5 to 6 മിനിറ്റ്സ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ചീസ് ഫുള്ളായിട്ട് മെൽറ്റായി വരുന്നത് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇതുപോലെ ഒരു അലുമിനിയം ഫോയിൽ കൊണ്ട് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് അടുപ്പിൽ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ച് വെച്ച് ഈ ചീസ് ഫുള്ളായിട്ട് മെൽറ്റായി വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. നമുക്കിനി ഇത് ഓവനിലോട്ട് മാറ്റാം. ബുൾഡക്ക് ഓപ്പൺ ആക്കാം. ഓക്കെ ഓക്കെ ഓപ്പൺ ആക്കില്ലേ? ഒരു മിനിറ്റ്, ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് ചീസിന്റെ ലെങ്ത് നോക്ക്. ഇഷ്ടമായോ? അടിപൊളിയല്ലേ? സൂപ്പർ അല്ലേ? ഡെക്കറേഷൻ എടുക്കല്ലേ? ധനുവ മുകളിൽ വെക്കല്ലേ? ഓക്കെ. എരിവില്ലേ രാനു? ഫയർ ചിക്കൻ തന്നെയാണ്. സ്പൈസിയാണ്, പിന്നെ ക്രീമിയാണ്, പിന്നെ ചെറിയൊരു മധുരമുണ്ട്. സംഭവം സൂപ്പറാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ ഓക്കെ ബൈ.